വെൽക്കം ടു സഫീർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഇയർ സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോമൺ ഹ്യൂമൻ ഡിസീസുകൾ, അതുപോലെ ക്യാൻസർ, എയ്ഡ്സ് എന്നീ അസുഖങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ജനറലി സിംപ്ലി നമ്മൾ എല്ലാ ദിവസവും കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും പുറത്തേക്ക് പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നവരാണ്, സ്കൂളിൽ പോകുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, അല്ലെ? നമ്മൾ പുറത്ത് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാണ്, വെള്ളം വാങ്ങി കുടിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഓരോ ദിവസവും നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് അല്ലെങ്കിൽ അതർ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, അല്ലെ? എന്ന് വെച്ച് നമ്മൾ എപ്പോൾ പുറത്തേക്ക് പോയാലും അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് കാറ്റടിച്ചാലും എന്ത് വെള്ളം കുടിച്ചാലും എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, അല്ലെ? ചില അവസരങ്ങളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക കണ്ടീഷനിൽ മാത്രമാണ് ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ വരിക, അല്ലെ? എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും ഒരു വണ്ടിയിലെ യാത്ര ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പൊടിയടിച്ചാലോ കാറ്റടിച്ചാലോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വെള്ളം കുടിച്ചാലോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു രോഗങ്ങൾ അങ്ങനെ വരുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അത് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂണിറ്റിയും ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കഴിവുണ്ട്. അതായത് രോഗപ്രതിരോധ ശേഷി എന്നുള്ളൊരു കഴിവ്, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം എന്നൊരു സിസ്റ്റവും നമ്മുടെ ബോഡിയിൽ ഉണ്ട്. ഇവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള ഫോറിൻ സബ്സ്റ്റൻസസിനെയും എതിർക്കാൻ പറ്റുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. സോ ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ, immunity means the ability of our body to fight against disease causing organisms. അതായത് നമ്മളിൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്ന ജീവികൾക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ ബോഡിയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, നോക്കൂ, our body is able to defend itself from most of the foreign agents. ഓക്കെ, നമ്മുടെ ബോഡിക്ക് ഒരു കഴിവുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ഫോറിൻ ഏജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു കഴിവുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ഓവറോൾ എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണിറ്റി. ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഓവറോൾ എബിലിറ്റി ഓഫ് ദ ഹോസ്റ്റ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് കൺഫേർഡ് ബൈ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് കോൾഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബോഡി രോഗങ്ങൾക്ക് കാരണമാവുന്ന ജീവികൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രതിഭാസത്തിന് വിളിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബോഡിയുടെ കഴിവാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി സഹായിക്കുന്ന ആ ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇമ്മ്യൂണിറ്റി. ഇനി നോക്കൂ, ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബോഡി രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ കോൾഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഒരെണ്ണമാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അടുത്തതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഉള്ളത്. ആദ്യത്തെ നോക്കാം, എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന് ലഭ്യമാകുന്ന ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റൊരു തരത്തിലുള്ള ഒന്നിനോടും എക്സ്പോസ്ഡ് ആവാതെ, അല്ലെങ്കിൽ മറ്റൊന്നിന്റെയും ഹെൽപ്പോട് കൂടാതെ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള കുറച്ച് ഇമ്മ്യൂണിറ്റികൾ നമുക്കുണ്ട്. ചില പ്രത്യേക രോഗപ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ജനിക്കുമ്പോഴേ തന്നെ നമ്മുടെ കൂടെ നമുക്ക് ലഭ്യമാവും. അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ചില ശരീരഭാഗങ്ങൾ
ശരീരത്തിലെ ചില ഓർഗൻസ് ഒക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ഒരാൾ ജനിക്കുമ്പോഴേ തന്നെ അയാൾക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇറ്റ് ഈസ് നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അതായത് എന്താണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാക്ടീരിയക്കോ അല്ലെങ്കിൽ വൈറസിനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോട്ടോസോവൻസിനോ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലേക്ക് ഏത് ഗ്രൂപ്പിലുള്ള ഏത് മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും അവന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരമാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കൽ, ഫോർ എക്സാമ്പിൾ HIV വൈറസിനോ അല്ലെങ്കിൽ കൊറോണ വൈറസിനോ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസിനോ എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നതല്ല ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത്. നോൺ സ്പെസിഫിക്, ഒന്നിനോട് മാത്രം കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നതല്ല. അതാണ് നമ്മളെ നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് എല്ലാവർക്കും എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കൊന്നുകളയാൻ നോക്കുന്നവരാണ് എന്താണ്, അതുകൊണ്ടാണ് നോൺ സ്പെസിഫിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോൺ സ്പെസിഫിക്. ദെൻ ദിസ് ഈസ് ഇനി ഇതെങ്ങനെയാണ് ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്? നമ്മുടെ ബോഡിയിൽ ചില ബാരിയറുകളുണ്ട്. എന്താണ് ബാരിയർ എന്ന് പറഞ്ഞാൽ? ചില പടയാളികൾ അല്ലെ, ചില തടസ്സങ്ങൾ അല്ലെ. അപ്പൊ ചില നമ്മുടെ ബോഡിയിൽ ഈ മൈക്രോ ഓർഗാനിസത്തിന് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കാനും എന്താണ് നമ്മുടെ ബ്ലഡ് വെസൽസിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനിലേക്ക് പ്രവേശിക്കാനും ഒക്കെ ആയിട്ട് സമ്മതിക്കാത്ത ചില പടയാളികൾ, ചില തടസ്സങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ബാരിയർ ഓഫ് ദ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് വഴിയാണ്. എങ്ങനെയാണ്, ഏതൊക്കെയാണ് ആ ബാരിയേഴ്സ് നമുക്ക് നോക്കാം. ആ ബാരിയേഴ്സ് ആണ് ഫിസിക്കൽ ബാരിയർ. ഒന്നാമത്തത് ഫിസിക്കൽ ബാരിയർ, രണ്ടാമത്തത് ഫിസിയോളജിക്കൽ ബാരിയർ, മൂന്നാമത്തത് സെല്ലുലാർ ബാരിയർ, നാലാമത്തത് സൈറ്റോകൈൻ ബാരിയർ. ഇത്രമാണ് 4 ബാരിയറുകൾ. ഏതൊക്കെയാണ്? ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഇങ്ങനെ ഇത്തരം 4 ബാരിയേഴ്സ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഫിസിക്കൽ ബാരിയർ, എന്താണ് ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തേത് ഫിസിക്കൽ ബാരിയറിൽ നോക്കൂ. ഫിസിക്കൽ ബാരിയർ, പ്രധാനമായിട്ടും ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ സ്കിന്ന് തന്നെയാണ്. ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് സ്കിന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് റെസ്പിറേറ്ററി ട്രാക്റ്റിലും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും നമ്മുടെ യൂറിനോജനൈറ്റൽ ട്രാക്റ്റിലും ഒക്കെ ചില മ്യൂക്കസ് കൊണ്ടുള്ള ചില കോട്ടിങ്ങുകളുണ്ട്. ഇവര് മ്യൂക്കസ് എന്ന് പറഞ്ഞ ചില സബ്സ്റ്റൻസസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മ്യൂക്കസും ഇതുപോലെ എന്താണ് മൈക്രോ ഓർഗാനിസത്തിന്റെ മൂവ്മെന്റിനെ അല്ലെങ്കിൽ എൻട്രിയെ തടസ്സപ്പെടുത്തുന്നവരാണ്. സോ ദേ ആർ കോൾഡ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഏതൊക്കെയാ നോക്കാം. സ്കിൻ ഓൺ അവർ ബോഡി. സ്കിന്ന് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളൊരു വണ്ടിയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും എന്താണ് അങ്ങനെ കാറ്റൊക്കെ അടിക്കും അല്ലെ. അപ്പൊ എന്ത് പറ്റും? പലതരത്തിലുള്ള നമുക്കറിയില്ലാത്ത ഒരുപാട് സൂക്ഷ്മജീവികളൊക്കെ മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ പറ്റി പിടിക്കും. അപ്പൊ അന്നേരം സ്കിൻ എന്താ ചെയ്യുന്നത്? ഈ സ്കിന്ന് ഈ കാറ്റത്തൂടെയൊക്കെ വന്ന ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ തടഞ്ഞു നിർത്തും അല്ലെ, അകത്തേക്ക് പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തും. എന്നിട്ട് നമ്മൾ അറിയില്ല, നമ്മൾ കുറെ ദൂരം യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ ചെന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ചെളിയും ഒക്കെ ആയിട്ട് പോകുന്ന കണ്ടിട്ടില്ല. അപ്പൊ ആ കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പറഞ്ഞ സൂക്ഷ്മജീവികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന്മാര് നമ്മൾ കുളിക്കുകയും സോപ്പ് വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ സ്കിന്ന് നമുക്ക് എന്താ ഉപകാരമാണ് ചെയ്യുന്നത്? നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറമേ ഉള്ള ഔട്ടർ സർഫസ് ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കാം. ഇത് അകത്തേക്ക് പ്രവേശിക്കാതെ നമ്മൾ തടയുന്നു, സംരക്ഷിക്കുന്നു. അതാണ് സ്കിന്ന് വഴി തരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദ എപ്പിത്തീലിയം ലൈനിങ്. നമ്മൾ മ്യൂക്കസ് എന്നും മ്യൂക്കസ് കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡൈജഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ ഈ മ്യൂക്കസ് കൊണ്ടുള്ള കോട്ടിങ്ങുകളുണ്ട്. അവർ മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എവിടെയാണ് ആ മ്യൂക്കസ് കൊണ്ടുള്ള കോട്ടിംഗ് ഉള്ളത്? റെസ്പിറേറ്ററി ട്രാക്റ്റില്, ദെൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റില് ആൻഡ് യൂറിനോജെനൈറ്റൽ ട്രാക്റ്റില്. ഈ 3 ഭാഗങ്ങളിലും ഈ 3 പാർട്ടിലും എന്താണ് റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലും യൂറിനോജെനൈറ്റൽ ട്രാക്റ്റിലും നമുക്ക് മ്യൂക്കസ് കൊണ്ടുള്ള ഒരു കോട്ടിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം.
ഇനി എന്താണ് ഈ മ്യൂക്കസ് കോട്ടിങ്ങിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്? നോക്കൂ, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിലോ അല്ലെങ്കിൽ എയറിലൊക്കെ ചിലപ്പോൾ ഒരുപാട് സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്ത് പറ്റും, ആ എയറിന്റെ കൂടെ ഈ പറഞ്ഞ സാധനങ്ങൾ ഇവന്മാര് അകത്തേക്ക് മൂക്കിലൂടെ നേസൽ ട്രാക്ട് വഴി ഒക്കെ അകത്തേക്ക് പ്രവേശിക്കും. അപ്പൊ നമ്മൾ കണ്ടോ, ഈ നേസൽ ട്രാക്റ്റിലും ഇവിടെയും ഇവിടെയും ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഈ മ്യൂക്കസ് കൊണ്ടുള്ള കോട്ടിങ്ങളുണ്ട്. അവന്മാര് മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മ്യൂക്കസ് എന്ത് ചെയ്യും, ഈ പറയുന്ന ജീവികളെയൊക്കെ, ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികളെയൊക്കെ ചിലപ്പോൾ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് തടസ്സപ്പെടുത്തി നിർത്തും. എന്നിട്ട് എക്സൈൽ ചെയ്യുന്ന പുറത്തേക്ക് വിടുന്ന എയറിന്റെ കൂടെ പുറത്തേക്ക് കളയുകയും ചെയ്യും. ഇതാണ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ സംഭവിക്കുന്നത്, മ്യൂക്കസ് കോട്ടിങ്. അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ രണ്ടാമത്തേതാണ്, ഇതാണ് നമ്മൾ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, GI ട്രാക്ട് എന്ന് പറയുന്നത്. GI ട്രാക്ട്. ഈ GI ട്രാക്റ്റിലും ഇതുപോലെയുള്ള മ്യൂക്കസ് കോട്ടിങ്ങുകളുണ്ട്. GI ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഭാഗത്തൊക്കെ ഇതുപോലെ മ്യൂക്കസ് കോട്ടിങ്ങുകളുണ്ട്. അവന്മാര് മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മ്യൂക്കസ് എന്ത് ചെയ്യും, ഭക്ഷണത്തിന്റെ കൂടെ വരുന്ന, ചിലപ്പോൾ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പത്തോജൻസ് ഉണ്ടെങ്കിൽ അവന്മാരെ തടസ്സപ്പെടുത്തി നിൽക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ളത്, ബാരിയർ ആണ് അവന്മാര്. അടുത്ത എന്താണ്, യൂറിനോ ജെനേറ്റൽ ട്രാക്ട് അല്ലെ? നമ്മുടെ ഇപ്പൊ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇതാണ് നമ്മളെ യൂറിനോ ജെനേറ്റൽ ട്രാക്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ യൂറിനോ ജെനേറ്റൽ ട്രാക്റ്റിലൊക്കെ ഇതുപോലെ എവിടെയൊക്കെ നമ്മൾ ഇതുപോലെ പാത്തജൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ യൂറിനോ ജെനേറ്റൽ ട്രാക്റ്റിൽ ഇതുപോലെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പിത്തീലിയൽ അല്ലെങ്കിൽ മ്യൂക്കസ് കോട്ടിങ്ങുകളുണ്ട്. അവന്മാര് മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മ്യൂക്കസ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് ദ മൈക്രോ ഓർഗാനിസം. എന്ത് ചെയ്യും, ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ശരീരത്തിലേക്കുള്ള എൻട്രീനെ പ്രിവെന്റ് ചെയ്ത് നമ്മളെ രക്ഷിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് പടയാളികളാണ്. സ്കിന്നാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ മ്യൂക്കസ് ആണ്. ആ മ്യൂക്കസ് എവിടേക്കാണ് പ്രധാനമായിട്ടും കാണുക, റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ട്, GI ട്രാക്റ്റിലുണ്ട്, യൂറിനോ ജെനേറ്റൽ ട്രാക്റ്റിലുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഫിസിക്കൽ ബാരിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിലെ ചില ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ അവന്മാരുടെ എൻട്രിയെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കും. ദേ ആർ കോൾഡ് ഫിസിയോളജിക്കൽ ബാരിയർ. എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതാണ് ആസിഡിന്റെ പേര്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതുപോലെയുള്ള പാത്തജൻസിന്റെ എൻട്രീനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. സലൈവ ഇൻ ദ മൗത്തിലുള്ള സലൈവ, അതുപോലെ തന്നെ ടിയർ ഫ്രം ദ ഐസ്, ഈ മൂന്ന് പേരും ഫിസിയോളജിക്കൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്, നമ്മൾ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചു. അപ്പൊ ഈ വെള്ളം ചിലപ്പോൾ നമ്മൾ തണുത്ത വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ചിലപ്പോൾ ചൂടാക്കാത്തതോ അല്ലെങ്കിൽ കഴിവൊന്നും ചെയ്യാത്ത ഭക്ഷണമൊക്കെ ചിലപ്പോൾ നമ്മൾ കഴിച്ചാൽ ഇവന്മാര് ഇത് വയറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇതിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പലതരത്തിലുള്ള പാത്തജൻസ് ഉണ്ടാവും അല്ലെ? അപ്പോൾ സ്റ്റൊമക്കിൽ ഇത് എത്തിക്കഴിയുമ്പോൾ സ്റ്റൊമക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവന്മാരെ നശിപ്പിച്ച് കളയും, കൊന്നുകളയും. അതാണ് നമ്മൾ ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. സലൈവ ഇൻ ദ മൗത്ത്, നമ്മൾ ഭക്ഷണം കഴിച്ചു, ഒരു സാധനം, ഒരു പേരൊക്കെ എടുത്തു, നമ്മൾ കഴുകിയില്ല, അല്ലെങ്കിൽ തണുത്ത വെള്ളം എടുത്തു കുടിച്ചു, അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ അല്ലെങ്കിൽ കുറെ വെള്ളം നമ്മൾ ഫിൽട്ടർ ചെയ്യാതെ നമ്മൾ എടുത്തു കുടിച്ചു, ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ പാത്തജൻസോ എന്തൊക്കെയോ ബാക്ടീരിയ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും, നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ ബക്കൽ ക്യാവിറ്റിയിൽ നമുക്ക് എന്തുണ്ട്, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, അത് നമുക്കറിയാം അല്ലെ? ആ സലൈവറി ഗ്ലാൻഡ് എന്ത് ചെയ്യും, സലൈവേനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സലൈവയിൽ എന്തുണ്ട്, ചില എൻസൈമുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ സലൈവയിൽ അടങ്ങിയിരിക്കുന്ന ഈ എൻസൈമുകൾ എന്ത് ചെയ്യും, ഇവന്മാരെ നശിപ്പിച്ച് കളയും. അതായത് കഴുത്തിന്റെ അല്ലെങ്കിൽ സലൈവയുടെ ഭാഗത്ത് വെച്ചിട്ട് ഇവന്മാര് താഴത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് തന്നെ അവന്മാരുടെ ഗ്രോത്ത് തടസ്സപ്പെടുത്തി കളയും, അല്ലെങ്കിൽ അവന്മാരെ തടഞ്ഞു നിർത്തും, താഴത്തോട്ട് പോവാതെ തടഞ്ഞു നിർത്തും. അതാണ് സലൈവ എന്ന് പറയുന്നത്. ആരാണ്? സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകൾ നമ്മുടെ മൗത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ തടഞ്ഞു നിർത്തും, താഴത്തോട്ട് പോവാതെ നമ്മളെ സംരക്ഷിക്കുന്നു. അടുത്ത ടിയർ ഫ്രം ദ ഐസ്. നമുക്കറിയാം ടിയർ ഫ്രം ദ ഐസ്, കണ്ണിൽ കണ്ണുനീര് അല്ലെ? ടിയർ ഗ്ലാൻഡ് ഉണ്ട്, ടിയർ ഫ്രം ദ ഐസ്. ഈ ടിയർ ഗ്ലാൻഡ് ടിയർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ലൈസോസൈം എന്നാണ് എൻസൈമിന്റെ പേര്. എന്താണ് പേര്? ലൈസോസൈം എന്നാണ്
ആ എൻസൈമിന്റെ പേര്. അതിനൊരു ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ള ഒരു എൻസൈമാണ്, അല്ലെങ്കിൽ ടിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു കാറ്റൊക്കെ അടിച്ച് കയറും, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിലേക്കൊക്കെ ചിലപ്പോൾ വലിയ പൊടിയൊക്കെ അടിച്ച് കയറും. നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് കണ്ണടയ്ക്കും അല്ലെ. അപ്പൊ പെട്ടെന്ന് കണ്ണടച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ഫീൽ ചെയ്യാറുണ്ട്, ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അതെന്താണെന്നറിയാമോ, നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ ടിയറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കണ്ണിലേക്ക് കാറ്റടിച്ചപ്പോൾ അല്ലെങ്കിൽ പൊടി അടിച്ചപ്പോൾ എന്തോ ഒരു പൊടി പടലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ണിലേക്ക് തട്ടിയപ്പോൾ അതിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് കണ്ണ് എന്ത് ചെയ്തു, ടിയറിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കണ്ണ് തുറന്നു, എന്ത് ചെയ്തു, കണ്ണ് വെള്ളം വന്നു, കണ്ണുനീര് വന്നു, വെള്ളം വന്നു, അതിങ്ങനെ ഇവിടം വരെ എത്തും. അതിനെ എന്ത് ചെയ്യും, കഴുകി വാഷ് ചെയ്ത പോലെ ഇങ്ങനെ താഴത്തേക്ക് ചാടിച്ചു വിടും, കണ്ണിലേക്ക് പ്രവേശിക്കാതെ അല്ലെങ്കിൽ താഴത്തേക്ക് ചാടിച്ചു വിടും. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്ത ടിയറിലുള്ള എൻസൈമാണ് ലൈസോസൈം. ആ എൻസൈമാണ് ഇവനെ എന്ത് ചെയ്യുന്നത്, കൊന്നു കളയുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നത്, അല്ലെങ്കിൽ അവിടെ എൻട്രിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ഫിസിയോളജിക്കൽ ബാരിയറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്, സലൈവ ഇൻ ദ മൗത്ത് ആൻഡ് ടിയർ ഫ്രം ദ ഐസ്. അടുത്തത് സെല്ലുലാർ ബാരിയർ ആൻഡ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. സെല്ലുലാർ ബാരിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൈറ്റ് ബ്ലഡ് സെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ, WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. ഇവന്റെ ഫംഗ്ഷൻ എന്താണ്, നമുക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇതാണ് നമ്മൾ സെല്ലുലാർ ബാരിയർ. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഇനി ഇൻ കേസ് ഇവന്മാര് നമ്മൾ വിചാരിക്കുക ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള മ്യൂക്കസിനെയോ ഒക്കെ പറ്റിച്ചിട്ട് ഈ പറയുന്ന മൈക്രോബ്സ് ബ്ലഡിൽ എത്തി എന്ന് വിചാരിക്കുക, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ എത്തി എന്ന് വിചാരിക്കുക. ആ ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ആ ബ്ലഡിൽ WBC എന്ന് പറയുന്ന സെല്ലുകൾ ഉണ്ട് അല്ലെ. ആ സെല്ലുകൾ എന്ത് ചെയ്യും, ബ്ലഡ് സർക്കുലേഷനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പറന്നു വരുന്ന ഈ പാത്തോജൻസിനെയൊക്കെ WBC സെല്ലുകൾ കാണുകയും ഇവന്മാരെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അത്തരത്തിലുള്ള ബാരിയറാണ് സെല്ലുലാർ ബാരിയർ. നമ്മുടെ ബോഡിയിലുള്ള ചില സെല്ലുകൾക്ക് മൈക്രോബ്സിനെ കൊന്നുകളയാനുള്ള കഴിവ് ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ആ സെല്ലുകളാണ്, നോക്കൂ, certain types of leukocyte, WBC നമുക്കറിയാം, ലൂക്കോസൈറ്റ്, WBC, വൈറ്റ് ബ്ലഡ് സെൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് അല്ലെ. ലൈക്ക് പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്, ആ WBCയുടെ ഒരു ഫോമിന് വിളിക്കുന്നതാണ് പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ് എന്ന് വിളിക്കും. എന്താണ് പോളിമോർഫോ എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ഷേപ്പ് അവന്മാർക്കുള്ളത്. മോർഫോളജിക്കൽ അപ്പിയറൻസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർഫോളജിക്കൽ അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോളിമോർഫോ എന്ന് വിളിക്കുന്നത്. നമ്മൾ WBCയിൽ ഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആൻഡ് മോണോസൈറ്റ്സ് ആൻഡ് നാച്ചുറൽ കില്ലർ സെൽസ്. അപ്പൊ PMNL ഫുൾ ഫോം ഓർത്തോണം, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ് എന്നാണ് PMNL ഫുൾ ഫോം എന്ന് പറയുന്നത്. ആൻഡ് മോണോസൈറ്റ്സ് ആൻഡ് നാച്ചുറൽ കില്ലർ സെൽസ്. ഒരു ലിംഫോസൈറ്റിന്റെ, നമ്മൾ ലിംഫോസൈറ്റിന്റെ ഭാഗത്തേക്ക് വരുന്നതുള്ളൂ, അപ്പൊ നമ്മൾ പറയാം. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ആണ് NK സെൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ കില്ലർ സെൽ എന്ന് വിളിക്കും. ആൻഡ് മോണോസൈറ്റ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ പേര് കേട്ടിട്ടുണ്ടാവും. WBC ആണ് മോണോസൈറ്റും ലിംഫോസൈറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നാച്ചുറൽ കില്ലർ സെല്ലും മോണോസൈറ്റുകളും എന്ത് ചെയ്യുന്നു, ആൻഡ് മാക്രോഫേജസ് ഇൻ ദ ടിഷ്യൂസ് ക്യാൻ ഫാഗോസൈറ്റോസ് ആൻഡ് ഡിസ്ട്രോയ് ദ മൈക്രോബ്സ്. എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മുടെ ബ്ലഡ് ഇപ്പൊ ഇവന്മാരൊക്കെ ഈ HCl ഒക്കെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ മ്യൂക്കസിനെ ഒക്കെ പറ്റിച്ചിട്ട് ചില ഭീകരമാരായിട്ടുള്ള ചില വൈറസുകളോ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബ്ലഡിലൂടെ ഇവന്മാർ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന സമയത്ത് WBC പോലുള്ള സെല്ലുകൾ കാണും. ഏതൊക്കെയാണ്, WBC, PMNL അല്ലെങ്കിൽ മോണോസൈറ്റ് അല്ലെങ്കിൽ NK സെല്ല്. ഇവന്മാര് നമ്മുടെ ഈ പാത്തോജൻസിനെ കാണുകയും എന്ത് ചെയ്യും, ഫാഗോസൈറ്റോസിസ് നടത്തും. എന്താ ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എൻഗൾഫിംഗ് എന്ന അർത്ഥം അല്ലെ. എൻഗൾഫിംഗ് എന്താ, വിഴുങ്ങും. ഫാഗോസൈറ്റോസിസ് വഴി വിഴുങ്ങും. അപ്പൊ നമ്മൾ ഫാഗോസൈറ്റോസിസ് നടത്തുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് കഴിഞ്ഞ എയ്ഡ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ലിംഫോസൈറ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നത് ഇവന്മാര് സൂഡോപോഡിയൊക്കെ വെച്ചിട്ട് കൈയൊക്കെ വെച്ചിട്ട് ഇവന്മാരെ പിടിക്കുകയും ഇവന്മാരുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് വിഴുങ്ങുകയും പ്രവേശിക്കുകയും സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവന്മാരെ നശിപ്പിക്കും. നോക്കൂ, ഇപ്പൊ ഇതൊരു വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് വിചാരിക്കാം. ഈ ബാക്ടീരിയ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷനിലൂടെ ഇങ്ങനെ ബ്ലഡ് വെസലിലൂടെ ഇങ്ങനെ ഓടി പോവാണ്. അപ്പൊ ഓടി പോകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഒരു WBC അവനെ കാണുന്നത്. ആ WBC എന്ത് ചെയ്യും, ഇവനെ കാണുമ്പോൾ ഇവന്റെ പുറകെ ഓടും. എന്നിട്ട് നമ്മൾ സ്യൂഡോപോഡിയ ലൈക്ക് മൂവ്മെന്റ്, അമീബോയുടെ മൂവ്മെന്റ് എന്ന് പഠിച്ചിട്ടില്ലേ. ആ അമീബോയുടെ മൂവ്മെന്റ് പോലെ ഇവന്റെ ബോഡിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൈ പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്യൂഡോപോഡിയ പോലത്തെ സാധനമൊക്കെ ഉപയോഗിച്ച് ഇവനെ പിടിച്ചിട്ട് ഇവന്റെ ബോഡിയിലേക്ക്, ഇവന്റെ ശരീരത്തിലേക്ക്
കടത്തിവിടുകയും ഉള്ളിൽ ചെന്നിട്ട് ഈ വൈറസിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഫാഗോസൈറ്റോസിസ് ആൻഡ് എൻഗൾഫിംഗ്. വിഴുങ്ങിയുന്നു അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തും. അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വിഴുങ്ങി അവന്റെ ഉള്ളിൽ വെച്ചിട്ട് നശിപ്പിച്ച് കളയുന്ന രീതിയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്ട്രോയ് ദ മൈക്രോബ്സ്. എന്ത് ചെയ്യുന്നു? അതുകൂടാതെ എന്ത് ചെയ്യുന്നു? മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിച്ച് കളയുന്നു. അപ്പൊ അങ്ങനെയും നമുക്ക് പ്രതിരോധ ശക്തി കിട്ടുന്നു. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് ഇവന്മാർ എത്തിയാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്താണ്? ലിംഫോസൈറ്റ് എന്ന് പറയുന്ന വലിയ ഒരു കൂട്ടം സെല്ലുലാർ പോരാളികള്, ബാരിയറുകള് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസലിൽ കാണപ്പെടുന്നുണ്ട്. അവന്മാരെ നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് 4ാമത്തെ ബാരിയറാണ് സൈറ്റോകൈൻ ബാരിയർ. സൈറ്റോകൈൻ ബാരിയർ എന്ന് പറഞ്ഞാല് നോക്കൂ, വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ് പ്രോട്ടീൻസ് കോൾഡ് ഇന്റർഫെറോൺസ്. ഒരു പുതിയ വാക്ക് നമ്മൾ കേൾക്കാണ്, ഇന്റർഫെറോൺസ്, വിച്ച് പ്രൊട്ടക്ട് ദ നോൺ ഇൻഫെക്റ്റഡ് സെൽസ് ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. ഓക്കെ, അതായത് വൈറസ് ഇൻഫെക്റ്റഡ് സെൽ. ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു വാക്ക് പഠിക്കുകയാണ്, ഇന്റർഫെറോൺ എന്ന് വിളിക്കും. ഇന്റർഫെറോൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർഫെറോൺ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ. അതൊരു പ്രോട്ടീൻ ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല്. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിലെ സെല്ലുകളായത് അല്ലെ, അങ്ങനെ നമ്മുടെ ബോഡിയിലെ സെല്ലുകളുണ്ട്, നമ്മുടെ ബോഡിയിലെ സെല്ലുകളാണ്. അപ്പോ ഈ ഒരു ഭീകരനായിട്ടുള്ള ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു. അവനെ നശിപ്പിച്ച് കളയാൻ HCl പറ്റിയില്ല. HCl കാണാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരുന്നു എന്ന് വിചാരിക്കുക. അവൻ ബ്ലഡ് സർക്കുലേഷനിലേക്ക് ചാടിയപ്പോൾ അവിടെ ആരുണ്ട്? അവിടെ ഇങ്ങനെ കുറെ ഭടന്മാർ, ഇങ്ങനെ WBC ഭടന്മാർ ഇങ്ങനെ നടക്കുക. അവന്മാരെയും പറ്റിച്ചിട്ട് കാണാതെ ഇങ്ങനെ ഒളിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ പറ്റിച്ച് എന്ത് ചെയ്യുക? ഇവൻ നേരെ ബ്ലഡിലൂടെ പോയി അവൻ ഇഷ്ടപ്പെട്ട ബോഡിയുടെ ഒരു സെല്ലിലെത്തി. ആ സെല്ലിലെത്തി എന്ത് ചെയ്തു? ഈ വൈറസ് നമ്മുടെ ബോഡിയുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, നോക്കുക, വൈറസ് പലതരത്തിലുള്ള ബാരിയറുകളെ പറ്റിച്ച് നമ്മുടെ ബോഡിയുടെ ഒരു സെല്ലിന്റെ അടുത്തേക്ക് എത്തുകയും അവനെ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ ബോഡിയിലെ നല്ല സെല്ലിനെ വൈറസ് ആക്രമിക്കുമ്പോൾ എന്തു പറയും? വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല് എന്ന് പറയും അല്ലെ? വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല്. ഈ വൈറസ് അപ്പൊ എന്ത് ചെയ്യുന്നറിയുമോ? ഈ സെല്ല് ഈ വൈറസിനാൽ ആക്രമിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ആക്രമിക്കപ്പെട്ട ഈ സെല്ല് അവന് മനസ്സിലാവും, അയ്യോ എന്നെ ആക്രമിച്ചു, എൻ്റെ കൂട്ടുകാർ അടുത്തടുത്ത സെല്ലുകൾ ഇരിപ്പുണ്ടല്ലോ, അപ്പൊ അവന്മാരെങ്കിലും രക്ഷിക്കണം, അവന്മാരോട് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുക്കാൻ പറയണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വൈറസാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ സെല്ല് ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ഇന്റർഫെറോൺ. ഈ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയുമോ? ഈ പ്രോട്ടീൻ നേരെ തൊട്ടടുത്തുള്ള അഡ്ജസന്റ് സെല്ലിലേക്ക് പോകും. അപ്പോൾ ഈ സെല്ലിന് മനസ്സിലായി, ഈ സെല്ലിലേക്ക് ഇന്റർഫെറോൺ വന്നു കഴിയുമ്പോൾ ഇവന് മനസ്സിലാവും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ വൈറസ് ഒന്ന് ആക്രമിച്ചിട്ടുണ്ട്, ഒന്ന് കരുതിയിരിക്കണം, ഇപ്പൊ വേണമെങ്കിൽ അറ്റാക്ക് വരാം എന്ന് കരുതിയിരിക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അടുത്തടുത്ത സെല്ലുകൾക്ക് ഇങ്ങനെ സിഗ്നൽ കൊടുക്കും. അപ്പൊ അത്തരത്തിലുള്ള ബാരിയറാണ് സൈറ്റോകൈൻ ബാരിയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ സൈറ്റോകൈൻ ബാരിയർ ആവാൻ സഹായിക്കുന്ന ആളെയാണ് നമ്മൾ ഇന്റർഫെറോൺ എന്ന് വിളിക്കുന്നത്. അപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു വൈറസ് വരുന്നു, സെല്ലിനെ ആക്രമിക്കുന്നു, ആ സെല്ല് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ല് ഇന്റർഫെറോൺ എന്ന് പറയുന്ന പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇന്റർഫെറോണിനെ ആ ഇൻഫെക്റ്റഡ് സെല്ല് അടുത്ത സെല്ലിന് എത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ സെൽ ജംഗ്ഷൻ ഒക്കെ പഠിച്ചിട്ടില്ല, അപ്പൊ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപ്പൊ ഈ നിയറസ്റ്റ് സെല്ല്, അഡ്ജസന്റ് സെല്ലില് ഈ ഇന്റർഫെറോൺ കിട്ടുമ്പോൾ അവന് മനസ്സിലാവും തൊട്ടടുത്ത സെല്ലിനെ ആക്രമിച്ചു, ഞാൻ കൂടുതൽ കരുതിയിരിക്കണം അല്ലെങ്കിൽ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളത് ക്ലിയർ ആവും, മനസ്സിലാവും. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ബാരിയറുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഏതൊക്കെയാണ്? ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകിൻ ബാരിയർ. ഇത്രയുമാണ് നമ്മൾ ബാരിയേഴ്സ് ഓഫ് ദ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ചില പടയാളികൾ വഴിയാണ്. പടയാളികൾ ആരൊക്കെയാണ്?
ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഇത്രയുമാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി.